ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 9ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആനുവൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആൻസറും ഇതിനോടൊപ്പം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് 2 വീഡിയോസ് ഇട്ടിരുന്നു. ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ബോക്സിൽ കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ഡ്യൂറിങ് ദ ടൈം ഓഫ് വിച്ച് റൂളർ ഡിഡ് ഓട്ടോമൻ എംപയർ റീച്ച് ഇറ്റ്സ് സെനിത്ത്? ഓട്ടോമൻ സാമ്രാജ്യം ഏറ്റവും പ്രഭാവത്തിലെത്തിയത് ഏത് ഭരണാധികാരിയുടെ കാലത്തായിരുന്നു? സുലൈമാൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ മൈനർ ലിത്തോസ്ഫെറിക് പ്ലേറ്റ് ഫ്രം എമോങ് ദി ഫോളോയിങ്. ചുവടെ തന്നിട്ടുള്ളതിൽ ചെറിയ ശിലാമണ്ഡല ഫലകം ഏതാണ്? അപ്പോൾ ചെറിയ ലിത്തോസ്ഫിയർ പ്ലേറ്റ് ഏതാണെന്നാണ് 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. യൂറോഷ്യൻ പ്ലേറ്റ്, ഓസ്ട്രേലിയൻ പ്ലേറ്റ്, അറേബ്യൻ പ്ലേറ്റ്, പസഫിക് പ്ലേറ്റ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? അറേബ്യൻ പ്ലേറ്റ് ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? അറേബ്യൻ പ്ലേറ്റ് ആണ് ഏറ്റവും ചെറിയ ലിത്തോസ്ഫെറിക് പ്ലേറ്റ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദ ഫോളോയിങ് ഈസ് ദ യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഇറ്റലി? ചുവടെ തന്നിട്ടുള്ളതിൽ ഇറ്റലി സ്ഥാപിക്കപ്പെട്ട സർവകലാശാല ഏത് എന്നാണ് ചോദ്യം. 4 ഓപ്ഷൻ ഉണ്ട്. ബൊളോണ, അൽഹസർ, ഓക്സ്ഫോർഡ്, കേംബ്രിഡ്ജ്. അപ്പോൾ ആൻസർ എന്താണ്? ബൊളോണ. ഓക്കെ, ഫസ്റ്റ് വണ്ണാണ് ആൻസർ, ബൊളോണ. ഇറ്റലിയിലുള്ള യൂണിവേഴ്സിറ്റിൻ്റെ പേരാണ് ബൊളോണ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. നെയിം ദ ഗവൺമെൻറ് ഏജൻസി റെസ്പോൺസിബിൾ ഫോർ എസെൻഷ്യൽ നാഷണൽ ഇൻകം ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ചുമതലപ്പെട്ട സർക്കാർ ഏജൻസി ഏത് എന്നാണ് ചോദ്യം. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്. എന്താണ് സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ്? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ എനി 5 ഫ്രം ദ ക്വസ്റ്റ്യൻ 5 to 11 ഈച്ച് ക്യാരീസ് 2 സ്കോർ. 2 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അതിൽ 5 എണ്ണമാണ് ഉത്തരം എഴുതേണ്ടത്. ആദ്യത്തെ ചോദ്യം. ലിസ്റ്റ് ഡൗൺ എനി 2 ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് യു പെർഫോം ആസ് എൻ ഇന്ത്യൻ സിറ്റിസൺ. ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നിങ്ങൾ പാലിച്ചു പോരുന്ന ഏതെങ്കിലും 2 മൗലിക കർത്തവ്യങ്ങൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എഴുതാനാണ്. കഴിഞ്ഞ 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്? പ്രൊട്ടക്ഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ മോണ്യുമെൻറ്റ്സ്, ചരിത്ര സ്മാരകങ്ങൾ സംരക്ഷിക്കുക. പ്രൊട്ടക്ഷൻ ഓഫ് ദ യൂണിറ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് ദ നേഷൻ. സ്റ്റാൻഡപ്പ് വൈൽ ദ നാഷണൽ ആന്തം ഈസ് ബീയിങ് സങ്. ദേശീയഗാനം ആലപിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. പ്രൊട്ടക്ഷൻ ഓഫ് എൻവയൺമെൻറ്റ്, പരിസ്ഥിതി സംരക്ഷിക്കുക. റെസ്പെക്റ്റ് ഫോർ ദ നാഷണൽ ഫ്ലാഗ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ക്യാൻ ബി സെറ്റ് ടു ബി ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ വിച്ച് സിറ്റുവേഷൻ ദ സ്പ്രിംഗ് ടൈഡ്സ് ഒക്കർ? മെൻഷൻ ദ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ദീസ് ടൈഡ്സ്. ടൈഡ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, വാവുവേലികൾ. ഇതിൻ്റെ സാഹചര്യം, ഇതുണ്ടാകാനുള്ള സാഹചര്യം, ടൈഡ്സ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ദ സൺ, മൂൺ ആൻഡ് എർത്ത് കം ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഓൺ ദ ഫുൾ മൂൺ ആൻഡ് ന്യൂ മൂൺ ഡേ. അപ്പോൾ സണ്ണും മൂണും എർത്തും സ്ട്രെയിറ്റ് ലൈനിൽ വരുന്നു. ദ ടൈഡൽ ഫോഴ്സ് വിൽ ബി ഇൻറ്റൻസ് ഡ്യൂ ടു ദ കമ്പൈൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് സൺ ആൻഡ് മൂൺ. ദീസ് ടൈഡ്സ് ഫോംഡ് ഓൺ ദീസ് ടൈഡ്സ് വിൽ ബി സ്ട്രോങ്. ഇങ്ങനെയാണ് ടൈഡ്സ് ഉണ്ടാവുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7th ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ഔട്ട് ദ ഫാക്ടേഴ്സ് ലീഡിങ് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റിന് കാരണമായിട്ടുള്ള 2 ഫാക്ടേഴ്സ് എഴുതാനാണ്. ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്. ഫസ്റ്റ് വണ്ണ് നമുക്ക് എന്ത് എഴുതാം? ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്. പിന്നെ രണ്ടാമത്തേത് ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഇൻക്രീസ്ഡ് ട്രെയിനിങ്. ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതാം. ഓക്കെ, ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷണൽ ഫെസിലിറ്റീസ്, ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, ഇൻക്രീസ്ഡ് ട്രെയിനിങ്. നമുക്ക് 8ാമത്തെ ചോദ്യം നോക്കാം. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് മുഗൾ അഡ്മിനിസ്ട്രേഷൻ. മുഗൾ ഭരണത്തിൻ്റെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതാനാണ്. ഡിവൈൻ റൈറ്റ് ഓഫ് കിങ്ഷിപ്പ്, power centralized in the king, based on military power, assistance of ministers and officials in the administration, the influence of Turkish and Mongols. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം എഴുതുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നാഡൂസ് ആൻഡ് their corresponding സ്വരൂപംസ് that existed in medieval Kerala in the table is given below. Fill the missing columns. ഓക്കെ, അപ്പോൾ മിഡീവൽ കേരളയിൽ നിലനിരുന്ന നാടുകളും അവയുമായി ബന്ധപ്പെട്ട സ്വരൂപങ്ങളുമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് ഡിസ്കസ് ചെയ്തതാണ്. റിപ്പീറ്റഡ് ആണ്. കോലത്ത് നാട് കോല സ്വരൂപം എന്ന് കോലത്ത് നാട്
കോലസ്വരൂപം. ഏറനാട് നെടിയിരുപ്പ് സ്വരൂപം. എന്താണ് നെടിയിരുപ്പ് സ്വരൂപം? ഏറനാട് നെടിയിരുപ്പ് സ്വരൂപം. ഏറനാട് നെടിയിരുപ്പ് സ്വരൂപം. ഓക്കെ, നെടിയിരുപ്പ് സ്വരൂപം. ഓക്കെ, പെരുമ്പടപ്പ് സ്വരൂപം. പെരുമ്പടപ്പ് സ്വരൂപം എന്താണ്? കൊച്ചിയാണ്. ഓക്കെ, അപ്പോൾ കോലത്തുനാട് കോലസ്വരൂപം, ഏറനാട് നെടിയിരുപ്പ് സ്വരൂപം, കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഫോഗ് ആൻഡ് മിസ്റ്റ്. മൂടൽമഞ്ഞും നേർത്ത മൂടൽമഞ്ഞും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Fog or mist formed due to the condensation around the minute dust particles in the lower atmosphere. This may obstruct the atmosphere visibility. The range of visibility is less than 1 kilometer. It is termed as fog. More than 1 kilometer, it is called mist. അപ്പോൾ മൂടൽമഞ്ഞിൻ്റെ ദൂരക്കാഴ്ച 1 കിലോമീറ്ററിൽ ദൂരത്തിൽ കുറവാണെച്ചാൽ അതിനെ എന്ത് പറയും? ഫോഗ് എന്ന് പറയും. അതേപോലെ 1 കിലോമീറ്ററിൽ അധികമായി ആണെങ്കിൽ അതിനെ മിസ്റ്റ് എന്ന് പറയും. ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ചാർട്ട് ഷോയിങ് ദ ടൈപ്സ് ഓഫ് എക്കണോമിക് സിസ്റ്റം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതായത് എക്കണോമിക് സിസ്റ്റം ഏതൊക്കെയാണെന്നാണ്. എക്കണോമിക് സിസ്റ്റം നമ്മൾ നേരത്തെ പറഞ്ഞു. ക്യാപിറ്റലിസ്റ്റ് എക്കണോമിക് സിസ്റ്റത്തിന് 3ആയി തരംതിരിച്ചിരിക്കുന്നുണ്ട്. ക്യാപിറ്റലിസ്റ്റ്, സോഷ്യലിസ്റ്റ്, മിക്സഡ്. ഓക്കെ, മുതലത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ ദ എംപയർ. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്താണ്. ഇനി അടുത്ത നോക്കാം. ലിസ്റ്റ് ഔട്ട് ദ മേജർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ഒക്കറിങ് ഇന്ത്യ. അതും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. 2 ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നൊരു ചോദ്യമാണ്. ഇനി 15ാമത്തെ ചോദ്യം. 13ഉം 14ഉം റിപ്പീറ്റഡ് ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. പ്രിപ്പയർ നോട്ട് ഓൺ ദ പ്രോബ്ലംസ് ദാറ്റ് ദ യൂസ് ഓഫ് ഇൻടോക്സിക്കൻറ്റ് ക്രിയേറ്റ്സ്. അതും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. 14ാമത്തെ ചോദ്യം. വാട്ട് ആർ ദ പ്രീക്കോഷൻസ് ടു ബി ടേക്കൻ ടു അവോയ്ഡ് ദ ത്രെറ്റ് ഓഫ് ഫ്ലഡ്. അപ്പോൾ അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഡു നോട്ട് ബിൽഡ് ഹൗസസ് ഓൺ ദ റിവർ ബാങ്ക്സ്. റിവർ ബാങ്ക്സിൻ്റെ അടുത്തൊന്നും എന്ത് ചെയ്യരുത്? വീട് നിർമ്മിക്കാതിരിക്കുക. പുഴയോട് ചേർന്ന പ്രദേശത്ത് വീട് വയ്ക്കാതിരിക്കുക. ഡു നോട്ട് റീക്ലെയിം ദ പാഡി ഫീൽഡ്. പിന്നെ വയലുകൾ മണ്ണിട്ട് നികത്താതിരിക്കുക. കൺസ്ട്രക്ട് ബൺസ് ഓൺ ദ റിവർ ബാങ്ക്. നദീതീരങ്ങളിൽ ബണ്ടുകൾ നിർമ്മിക്കുക. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ പ്രോബ്ലംസ് ദാറ്റ് ദ യൂസ് ഓഫ് ഇൻടോക്സിക്കൻസ് ക്രിയേറ്റ്സ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ ഇൻഡിവിജ്വൽ, ഫാമിലി പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സജസ്റ്റ് ദ സയൻറ്റിഫിക് ലാൻഡ് യൂസ് പ്രാക്ടീസസ് സ്യൂട്ടബിൾ ഫോർ സ്റ്റീപ്പ് സ്ലോപ്സ്. അതായത് ചെങ്കുത്തായ ചെരിവുകളിൽ എങ്ങനെ നമുക്ക് കൃഷി സാധ്യമാക്കാം. ഇതും നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഹിൽ സൈഡ്സ് മേ ബി ട്രാൻസ്ഫേർഡ് ഇൻ ടു ടെറസ് ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ സ്ലോപ്പ്. ദ കോഴ്സ് ഓഫ് ദ നാച്ചുറൽ സ്ട്രീംസ് ഇൻ ദ ഹില്ലി ടെറൈൻ ഷുഡ് നോട്ട് ബി ബ്ലോക്ക്ഡ്. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അലോങ് സ്റ്റീപ്പ് സ്ലോപ്സ് ഷുഡ് ബി അവോയ്ഡഡ്. അതായത് കുന്നിൻ ചെരുവികളെ തട്ടുകളായി ചെരുവിൻ്റെ അളവ് കുറയ്ക്കുക. മലമ്പ്രദേശങ്ങളിലെ സ്വാഭാവിക നീർച്ചാലുകൾക്ക് തടസ്സമുണ്ടാകാതിരിക്കുക. ചരിവ് കൂടുതലുള്ള ഇടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക. ഷുഡ് നോട്ട് ബി ബ്ലോക്ക്ഡ്. കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് അലോങ് സ്റ്റീപ്പ് സ്ലോപ്സ് ഷുഡ് ബി അവോയ്ഡഡ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് മെഷേഴ്സ് അഡോപ്റ്റഡ് ബൈ ദ മിഡീവൽ ഇന്ത്യൻസ് ഓഫ് ട്രേഡ്. ഇപ്പം ട്രേഡിന് വേണ്ടിയിട്ട് അവരെന്തൊക്കെ സഹായങ്ങളാണ് രാജാക്കന്മാർ ചെയ്തിരുന്നത് അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. കൺസ്ട്രക്റ്റഡ് റോഡ്സ്, കണക്ട് മേജർ സിറ്റീസ്, ഗ്രാൻറ്റഡ് ലോൺസ് ടു ട്രേഡേഴ്സ്, കൺസ്ട്രക്റ്റഡ് സരായ്സ്, ഇംപ്ലിമെൻറ്റ് യൂണിഫോം ടാക്സേഷൻ, പോസ്റ്റൽ ആക്ടിവിറ്റീസ് വെർ മെയ്ഡ് എഫിഷ്യൻറ്റ്, ഇംപ്ലിമെൻറ്റ് എഫിഷ്യൻറ്റ് കോയിനേജ് സിസ്റ്റം. പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ച് റോഡുകൾ ഉണ്ടാക്കി, കച്ചവടക്കാർക്ക് വായ്പകൾ നൽകി, പിന്നെ സരായ്, റെസ്റ്റ് ഹൗസ്, വിശ്രമകേന്ദ്രങ്ങൾ നിർമ്മിച്ചു, പിന്നെ ഏകീകൃത നികുതി സമ്പ്രദായം നടപ്പിലാക്കി, തപാൽ സമ്പ്രദായം എഫിഷ്യൻ്റാക്കി. ഇത്രയും കാര്യങ്ങളാണ്. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇനി അടുത്ത എന്താണ്? എക്സ്പ്ലെയിൻ ദ ഡിഫറെൻറ്റ് മെഷേഴ്സ് അഡോപ്റ്റഡ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തു. 18ാമത്തെ ചോദ്യം. കംപ്ലീറ്റ് ദ ചാർട്ട് ബേസ്ഡ് ഓൺ ദ ആക്ടിവിറ്റീസ് ഓഫ് വീരശൈവ മൂവ്മെൻറ്റ്. അപ്പോൾ വീരശൈവ മൂവ്മെൻറ്റിൻ്റെ ആക്ടിവിറ്റീസാണ് പറയേണ്ടത്. ഒപ്പോസ്ഡ് കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥയെ എതിർത്തു. ഗിവ് പ്രയോറിറ്റി ടു ജെൻഡർ ഇക്വാളിറ്റി, സ്ത്രീ പുരുഷ സമത്വത്തിന് പ്രാധാന്യം നൽകി. ക്വസ്റ്റ്യൻഡ് ദ ഡോക്ട്രിൻ ഓഫ് റീബർത്ത്, പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയ ഓഫ് ലിബർട്ടി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. പ്രൊമോട്ടഡ് വിഡോ മാരേജ്, ഇൻ്റർഡൈനിങ് ആൻഡ് അഡൾട്ട് മാരേജ്. വിധവ വിവാഹം, മിശ്രഭോജനം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. പുനർജന്മ സിദ്ധാന്തങ്ങളെ ചോദ്യം ചെയ്തു. ഓക്കെ, ക്വസ്റ്റ്യൻസ് ദ ഡോക്ട്രിൻ ഓഫ് റീബർത്ത്, അത് പുനർജന്മം എന്ന ഒരു സിദ്ധാന്തത്തെ അവർ ചോദ്യം ചെയ്തു. ഇത്രയൊക്കെയാണ് വീരശൈവ
മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകതകൾ. അതൊരു പുതിയ ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ അല്ല. ഇനി നമുക്ക് അടുത്ത നോക്കാം. വീരശൈവ മൂവ്മെൻറ്റിൻ്റെ ഈ ഒരു പദസൂര്യം പൂരിപ്പിക്കാനാണ്. അപ്പം അത് എഴുതുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. മെൻഷൻ ദ ഫീച്ചേഴ്സ് കോമൺലി ഫൗണ്ട് ഇൻ ദ അപ്പർ കോഴ്സ് ഓഫ് റിവേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ ദ ഫീച്ചേഴ്സ് കോമൺലി ഫൗണ്ട് ഇൻ ദ അപ്പർ കോഴ്സ് ഓഫ് റിവേഴ്സ്. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഇനി മാച്ച് ദ ഫോളോയിങ്. കൽഹണൻ എന്താണ്? രാജതരംഗിണിയാണ്. കൽഹണ രാജതരംഗിണി. ഓക്കെ. പിന്നെ സൂർസാഗർ. തുളസിദാസ് രാമചരിത മാനസ്. അമോഘവർഷൻ കവിരാജ മാർഗം. ഓക്കെ. ഇനി 22ാമത്തെ ചോദ്യം നോക്കാം. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ഓക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് ഓഫ് മിഡീവൽ കേരള. മിഡീവൽ കേരളയിൽ ഒക്യുപ്പേഷൻ ഗ്രൂപ്പിനെ കുറിച്ച് എഴുതാനാണ്. ഓക്കെ. പീപ്പിൾ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ ആൻഡ് ദ മേക്കിംഗ് ഓഫ് അഗ്രികൾച്ചർ എക്യുപ്മെൻറ്റ്സ്, ട്രേഡ്, വീവിംഗ് ആൻഡ് ഓയിൽ പ്രൊഡക്ഷൻ, പീപ്പിൾ ഇൻവോൾവ് ഇൻ ടെമ്പിൾ റിച്വൽസ്, ഒഫീഷ്യൽസ് കണക്റ്റഡ് ടു ദ നാടുവായി സ്വരൂപംസ്. അപ്പോൾ പീപ്പിൾ എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചർ, കാർഷികോപകരണങ്ങളുടെ നിർമ്മാണവും അതേപോലെ കൃഷിയുമായി ബന്ധപ്പെട്ടവർ. പിന്നെന്താണ്? വീവിങ് എന്ന് പറഞ്ഞാൽ കരകൗശല, വീവിങ് ആൻഡ് ഓയിൽ പ്രൊഡക്ഷൻ, ഓയിൽ നിർമ്മാണം. പീപ്പിൾ ഇൻവോൾവ്ഡ് ഇൻ ടെമ്പിൾ റിച്വൽസ്, ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ടവർ. ഒഫീഷ്യൽസ് കണക്റ്റഡ് ടു നാടുവായി സ്വരൂപംസ്, നാടുവായി സ്വരൂപവുമായി ബന്ധപ്പെട്ട നിരവധി ഉദ്യോഗസ്ഥർ. ഇതൊക്കെയായിരുന്നു ഒക്യുപ്പേഷണൽ ഗ്രൂപ്പ്സ് ഇൻ മിഡീവൽ കേരള. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എനി 4 കോൺസിക്വൻസ് ഓഫ് മൈഗ്രേഷൻ. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓവർ പോപ്പുലേഷൻ ഇൻ സർട്ടൻ റീജിയൻ. ഓക്കെ. ഓവർ പോപ്പുലേഷൻ, സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സസ്, ഫോർമേഷൻ ഓഫ് സ്ലംസ്, ചേരികളുടെ ഉത്ഭവം, ഇംബാലൻസ് ഇൻ ദ സെക്സ് റേഷ്യോ, എൻവയോൺമെൻറ്റ്, പൊല്യൂഷൻ. ഓക്കെ. ഇത്രയൊക്കെയാണ് മൈഗ്രേഷൻ്റെ പ്രശ്നങ്ങൾ. ഇനി അടുത്ത 24th ക്വസ്റ്റ്യൻ നോക്കാം. ഡിഫറൻഷിയേറ്റ് സിംഗിൾ മജോറിറ്റി സിസ്റ്റം ആൻഡ് പ്രപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ. അത് തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ്. കേവല ഭൂരിപക്ഷവും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എഴുതാനാണ്. സിമ്പിൾ മെജോറിറ്റി സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിമ്പിൾ ആൻഡ് ഈസി ടു മാനേജ് അല്ലേ? സിമ്പിൾ ആൻഡ് ഈസി ടു മാനേജ്. ദ കൺട്രി ഈസ് ഡിവൈഡഡ് ഇൻ ടു വാരിയൽ കോൺസ്റ്റിറ്റ്യുവൻസീസ്. അതായത് രാജ്യം പല പല നിയോജക മണ്ഡലങ്ങളായി തിരിക്കുന്നു. 1 റെപ്രസെൻറ്റേറ്റീവ് ഈസ് സിലക്റ്റഡ് ഫ്രം 1 കോൺസ്റ്റിറ്റ്യുവൻസി. ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കുന്നു. എനി നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ക്യാൻ കോണ്ടസ്റ്റ്. എത്ര പേർക്ക് വേണമെങ്കിലും മത്സരിക്കാം. ദ കാൻഡിഡേറ്റ് ഹു ഗെറ്റ്സ് ദ ഹയസ്റ്റ് നമ്പർ ഓഫ് വോട്ട്സ് ഈസ് സെലക്റ്റഡ്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നവരെ സെലക്ട് ചെയ്യുന്നു, വിജയിയായി പ്രഖ്യാപിക്കുന്നു. ഓക്കെ. ഇതാണ് സിമ്പിൾ മജോറിറ്റി സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Reports show that the number of old age homes are increasing in our country. Prepare note by analyzing the circumstances leading to it. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇലൂസിഡേറ്റ് ദ ഗൈഡ്ലൈൻസ് ഓഫ് ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്സ് ഫോംഡ് ബൈ WTO. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഗൈഡ് ലൈൻസ് ഏതൊക്കെയാണെന്നാണ്. ഫേസ് ബൈ ഫേസ് റിഡക്ഷൻ ഓഫ് ഇമ്പോർട്ട് ഡ്യൂട്ടി, reduction of subsidies, modification of patent laws permitting foreign investment in service sectors, extension of the consideration given to domestic investment to foreign investment. ഇതും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പേറ്റന്റ് നിയമങ്ങൾ പരിഷ്കരിക്കുക, മാധ്യമങ്ങൾ, ടെലികോം, ബാങ്കിങ്, ഇൻഷുറൻസ് എന്നിവയിൽ വിദേശ നിക്ഷേപം അനുവദിക്കുക. അതേപോലെ തന്നെ ആഭ്യന്തര നിക്ഷേപങ്ങൾക്കും അതേപോലെ വിദേശ നിക്ഷേപങ്ങൾക്കും പരിഗണന കൊടുക്കുക. ഓക്കെ. 27ാമത്തെ ചോദ്യമൊക്കെ പ്രീവിയസ് ആണ്, അതുകൊണ്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക് യു.